ചില വിഷയങ്ങളിലെല്ലാം ദൈവം കുറച്ചു സമയം താമസിക്കും. ചില രോഗബന്ധനങ്ങൾ അഴിയാൻ ഒരുപാട് നാളുകൾ എടുക്കും. വേദപുസ്തകം പഠിക്കുമ്പോൾ 18 വർഷം കൂനിയായ ഒരു സഹോദരിയെ നമുക്ക് കാണാൻ സാധിക്കും. താൻ കൂനിയ, തന്റെ മുഖം കുനിഞ്ഞേ ഇരിക്കത്തുള്ളൂ. അത് നിവർത്തി നിർത്താൻ ദീർഘനാളുകൾ ഒരുപക്ഷെ ഒത്തിരി വൈദ്യന്മാര് ശ്രമിച്ചിട്ടുണ്ടാകാം, അല്ലേ? ഇന്നും നമ്മൾ കുനിഞ്ഞിരിക്കുന്ന ചില മേഖലകളുണ്ട്. നിവരാൻ കഴിയാതെ, തല ഉയർത്താൻ കഴിയാതെ വല്ലാതെ കുനിഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഈ സഹോദരി 18 വർഷമായിട്ട് കുനിഞ്ഞിരിക്കുകയാ. യേശു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്നാ ശബത്ത് ദിവസം യേശു കർത്താവ് ഈ സ്ത്രീയെ അടുക്കൽ വിളിച്ചു. മോളെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഒറ്റ വാക്ക്, ക്ഷണത്തിൽ അവൾ നിവർന്നു. കർത്താവ് ഒരു കെട്ടഴിച്ചാൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? കുനിഞ്ഞിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുന്ന ഒരു കെട്ട്. ഞാൻ പറയാം, മുട്ടുകാല് തമ്മിൽ ചേർത്ത് ഈ തോളലിന്റെ കൂടെ ചേർത്ത് വെച്ച് കെട്ടിവെച്ചിരിക്കുകയാ. നിവരത്തില്ല, നിവരാൻ കഴിയത്തില്ല. യേശു കർത്താവ് വന്ന് ഒരു വാക്ക് ആത്മമണ്ഡലത്തിൽ ആ കെട്ട് റിലീസ് ചെയ്തു. ഓ, ആ കെട്ട് അഴിഞ്ഞു. അഴിഞ്ഞപ്പോൾ അവൾ നേരെ നിന്നു. അവൾ നേരെ നിന്നു. ഈ രാത്രിയിലും എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയാം, ആത്മാവിൽ ഞാൻ കൈമാറിയ, നിവരെ നിൽക്കാൻ കഴിയാതെ നിന്നെ കുനിച്ചു നിർത്തി കെട്ടിയിട്ടിരിക്കുന്ന, ദീർഘനാളായി കെട്ടിയ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് അഴിയാൻ പോവാ. അഴിയതിന്റെ മഹത്വം എനിക്കല്ല, പ്രാർത്ഥിച്ച എനിക്കല്ല, കേൾവിക്കാരായ നിങ്ങൾക്കുമല്ല, മറിച്ച് ഇത് ദൈവത്തിനുള്ളതാ. ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാ 18 വർഷം കാത്തിരുന്നേ? 18 വർഷം ഈ സഹോദരി കാത്തിരുന്നു. അവൾ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ആലയത്തിൽ മറ്റുള്ളവരെ പോലെ നിവർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഇത്രയും നാൾ സാധിക്കാതിരുന്നത് യേശു കർത്താവ് അടുക്കൽ വിളിച്ച് സംഭവിച്ചെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുന്നു. യേശു കർത്താവ് ദീർഘനാളായി നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് നിന്നെ അടുക്ക വിളിക്കുകയാ, നിന്നെ അരികിലേക്ക് വിളിക്കുകയാ. എന്തിനാണെന്നറിയാമോ? യേശു കർത്താവ് നിന്നെ അടുക്കലേക്ക് വിളിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം നിന്നിൽ ഇറക്കാനാ. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ ഇറങ്ങിയാൽ ഈ 18 വർഷം നടക്കാതിരുന്നത് നടക്കും. ഓ, എ ഡിവൈൻ ഗ്ലോറി നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ തുടങ്ങുക. ഞാൻ വിശ്വസിക്കുന്നു, അസാധാരണമായത് സാധാരണമായി സംഭവിക്കുവാനിടയില്ലാത്തത്. മറ്റൊരു രോഗിയായ സ്ത്രീ ഉണ്ട്, രക്തസ്രവക്കാരിയായ സ്ത്രീ. വൈദ്യന്മാരാൽ ഏറിയ ഒന്ന് സഹിച്ചു എന്ന വചനം പറയുന്നേ. അവള് വൈദ്യന്മാരുടെ അടുക്ക പോയി, തന്റെ സമ്പത്ത് മുഴുവൻ കൊണ്ട് കളഞ്ഞു. ഹോസ്പിറ്റലുകളിൽ പോയി സമ്പത്ത് മുഴുവൻ നശിച്ചു. അപ്പോഴാ ഇവളുടെ ഉള്ളിൽ ഒരു സ്പോട്ട്, ഒരു ചിന്ത വീണത്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. നോയിക്കേ, വൈദ്യന്മാർക്ക് ഒന്നും സാധിക്കാത്തത്, അവരെ കൊണ്ട് ഒന്നും കഴിയാത്തത് ദൈവത്താൽ ആ സ്ത്രീയിൽ സംഭവിക്കുക. ഞാൻ ഈ ഭാഗം എന്തിനാ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കാത്തത്,
നിങ്ങളുടെ യോഗ്യത, കഴിവുകൾ കൊണ്ട് സാധിക്കാത്തത് ദൈവത്തിന്റെ മഹത്വമായി മാറാൻ പോവാ. ആമേൻ പറഞ്ഞാടെ. ദൈവത്തിന്റെ മഹത്വമായി. I feel the divine glory is in you. That release, അത് നിങ്ങളുടെ ജീവിതത്തിൽ റിലീസ്, അത് ഓപ്പൺ ആകാൻ പോവാ. ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് അസാധാരണമായത് ചെയ്യാൻ പോവാ. ഐലറ്റ്സിന്റെ സ്കോർ കുറവാണെങ്കിലും, OET എഴുതിയതിന്റെ റിസൾട്ട് നീ പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചില്ലെങ്കിലും, നിന്റെ ജീവിതത്തിൽ അസാധാരണമായതുണ്ടെങ്കിൽ, ഈ ഡിവൈൻ ഗ്ലോറി നിന്നിൽ വെളിപ്പെട്ടാൽ, യെസ്, നിയമം പോലും നിനക്ക് വേണ്ടി മാറ്റിയിട്ട് നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കും. ഞാനിങ്ങനെ പറയാറുണ്ട്, ലുലു മാളിന്റെ ഡോറ് ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് അടഞ്ഞിരിക്കുക അല്ലേ? ലുലു മാളിന്റെ ഗ്ലാസ് ഇട്ട ഡോറ് അത് അടഞ്ഞിരിക്കുക. ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് അടഞ്ഞിരിക്കുക. അവിടെ ആരെയും കാണുന്നില്ല. അയ്യോ, ആ കതക്, ആ ഡോർ എനിക്ക് തള്ളി തുറക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നീ ദൂരെ നിന്നാൽ ആയുസ്സിൽ ആ ഡോർ ഓപ്പൺ ആകത്തില്ല. പക്ഷെ നീ നടന്ന് ആ ഡോറിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ മേളിൽ ഒരു മിഷൻ ഇരിപ്പുണ്ട്. അത് നിന്നെ സെൻസ് ചെയ്താൽ, അത് നിന്റെ ഫേസ് സെൻസ് ചെയ്താൽ, അടച്ചിട്ടിരിക്കുന്ന ഡോറ് നീ ഒന്നും ചെയ്യാതെ തനിയെ ഓപ്പൺ ആകുന്നത് പോലെ നിന്റെ മേൽ ഒരു ദൈവ മഹത്വം വെളിപ്പെട്ടാൽ, നീ ചെല്ലുന്നിടത്ത് ആ ഡോറ് നിനക്ക് വേണ്ടി തനിയെ ഓപ്പൺ ആകാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു കൊള്ളുക. എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, ഇന്നലെ വരെ നീ ചവിട്ടി തുറന്നിട്ടും തുറക്കാത്തത്, ഇന്നലെ വരെ എക്സാം എഴുതിയിട്ടും തുറക്കാത്തത്, ഈ ഡിവൈൻ ഗ്ലോറി നിന്നിൽ വെളിപ്പെടുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചില ഡോറുകൾ തനിയെ തുറക്കുമെന്ന് ഞാൻ ആത്മാവിൽ കൈമാറിയാൽ എത്ര പേർക്ക് അത് ആത്മാവിൽ തന്നെ സ്വീകരിക്കാൻ കഴിയും? ഓ ശഖറമന ഹന്താറമന വൈഡാമനാദലരഗദര അടലാരഗാദരമനവ ശഥോറിയാദരമനവ. തനിയെ ചില ഡോറുകൾ നിനക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കുകയാ. ഒരിക്കൽ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. ഒരു സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാരാഗ്രഹത്തിനകത്ത് നാളെ ശിരച്ഛേദനം ചെയ്യുവാൻ വേണ്ടി, ശ്രദ്ധിക്കണേ, അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വെട്ടാൻ കൊണ്ടുപോകുന്ന മാട്, പോത്ത് എന്ന് പറഞ്ഞതുപോലെ നാളത്തെ ദിവസം ശിരച്ഛേദനം ചെയ്യാൻ വേണ്ടി പത്രോസിനെ കാരാഗ്രഹത്തിൽ കിടത്തിയിരിക്കുക. ഈ പത്രോസ് ചാടി എഴുന്നേറ്റ് അടച്ചു വച്ചിരിക്കുന്ന ഇരുമ്പ് ഡോറുണ്ടല്ലോ, അതിന്റെ അടുക്കെ ചെന്ന് എത്ര കുലുക്കിയാലും അത് തുറക്കത്തില്ല. കയ്യിൽ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുക, ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുക. ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ച് ഉറങ്ങുന്ന പത്രോസ് അന്നു രാത്രിയിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, അർദ്ധരാത്രിയിൽ
കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചങ്ങല കയ്യിൽ നിന്ന് താഴെ പോയി. നോക്കിക്കേ, ഗവൺമെന്റ് കയ്യിലിട്ടിരിക്കുന്ന ഒരു ചങ്ങലയുണ്ട്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിനകത്ത് നിയമം കൊണ്ട് കെട്ടിയ ചില ചങ്ങല, രാജ്യത്തിന്റെ നിയമങ്ങൾ ബന്ധിച്ച ചില ചങ്ങല, ഇത് തന്റെ കൈക്കകത്തിട്ടിട്ട് ഇനി ഒരിക്കലും പുറത്തു വരുത്തില്ലെന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിന്റെ ഇരുളറയ്ക്കകത്ത് ഉറങ്ങുന്ന അനുഭവം. ഇനി ഹിസ്റ്ററി നോക്കിക്കേ. തലേന്ന് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഒരു മാർഗവും ഇല്ല. ഇന്നലെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ യാക്കോബിനെ കൊന്നുകളഞ്ഞു. ആ ഹിസ്റ്ററി കിടപ്പുണ്ട്. ഞാൻ ആരോടോ ദൂത് പറയുക, ഇന്നലെ ചിലർക്ക് വെളിപ്പെടാത്ത ദൈവമഹത്വം നിനക്ക് വേണ്ടി ഇന്ന് അർദ്ധരാത്രിയിൽ എന്റെ ദൈവം റിവീൽ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ, ഇന്നലെ യാക്കോബിന്റെ മേൽ വെളിപ്പെടാത്ത ദൈവമഹത്വം ഇന്ന് പത്രോസിന്റെ മേൽ വെളിപ്പെട്ടതുപോലെ, ഓ ഉടമന ശാന്തല അറിയാതരഗതന, നിന്റെ മുന്നിൽ പോയ ചിലർക്ക് വെളിപ്പെടാത്ത ദൈവമഹത്വം, നിന്റെ പുറകിൽ വരുന്ന ചിലർക്ക് വെളിപ്പെടാൻ കഴിയാതിരുന്ന ദൈവമഹത്വം നിനക്ക് വേണ്ടി റിവീലാകാൻ തുടങ്ങുകയാ. അത് വെളിപ്പെട്ടാൽ കുനിഞ്ഞിരിക്കുന്ന നീ നിവരും. അത് വെളിപ്പെട്ടാൽ നിന്റെ ശരീരത്തിനകത്ത് ബാധിച്ചിരിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിയും. ഒരിക്കലും അഴിയത്തില്ലെന്ന് പറയുന്ന കെട്ടുകൾ നിന്റെ കയ്യിൽ നിന്ന് താഴെ വീഴും. ദൈവമഹത്വം നിന്നിൽ വെളിപ്പെട്ടാൽ, റിമാന സെഖിമന ധരേറിയാദല, ദൈവമഹത്വം നിന്നിൽ വെളിപ്പെട്ടാൽ അസാധാരണമായത് സംഭവിക്കുകയാ. കാരാഗ്രഹത്തിന്റെ ഇരുള് പടർന്ന ആ കൊച്ചു സെല്ലിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയപ്പോൾ പത്രോസ് എഴുന്നേറ്റു. അവന്റെ കയ്യിൽ മേൽ നിന്ന് ചങ്ങല വീണുപോയി. എന്നിട്ട് പറയുക, നീ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. നീ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. ഈ വേദഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നൊരു പദമുണ്ട്. പത്രോസ് വിചാരിക്കുന്നത് ഇത് താൻ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമാണെന്ന്. 127 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം, തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പത്രോസിനെ സംബന്ധിച്ച് എത്ര ആപ്റ്റായ ഒരു വാക്യമായത്. ഉറക്കത്തിൽ കൈമാറുന്ന ഒരു ദൈവം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? താൻ ഉറങ്ങുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നാളെ ശിരച്ഛേദനം ചെയ്യാൻ ദൈവഹിതം അങ്ങനെയെങ്കിൽ നടക്കട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന പത്രോസിന് വേണ്ടി അന്ന് രാത്രി ദൈവമഹത്വം വെളിപ്പെട്ടെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് കൈമാറുകയാ, കർത്താവേ നിന്റെ ഹിതം എന്നിൽ വെളിപ്പെടണമെന്ന്
ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചിലരോടൊക്കെ ആത്മാവ് ദൂതായി കൈമാറുന്നു. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവ മഹത്വം അത് ഏത് അർദ്ധരാത്രിയിലും നിന്നെ തേടിയെത്തോ. ദൈവ മഹത്വം അത് നിന്റെ കാരാഗ്രഹത്തിന്റെ ഇരുളറകളെ പ്രകാശമാക്കുന്നതാ. ഈ രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ജീവിതത്തിന്റെ മേഖലകൾ ഇരുളു വീണതുപോലെ മുന്നോട്ട് പോകാൻ കഴിയാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മേഖലകളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഒരു ദൈവ മഹത്വം അവിടെ വെളിപ്പെടുകയാ. പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ യാക്കോബിനെ നമുക്ക് കാണാം. ഉപായിയായ യാക്കോബ് അപ്പനെ ചതിച്ച് അമ്മയുടെ ഉപദേശത്തോടെ വനാന്തരത്തിൽ ഇരുളു വീണ സ്ഥലത്ത് കല്ല് തലയണയായി വെച്ച് ഉറങ്ങുകയാ. ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ല എന്നുള്ള നിലയില് താൻ ഇന്നലെ രാത്രി വരെ വീട്ടിൽ അമ്മയോടൊപ്പം നല്ല കട്ടിലേൽ കിടന്നവൻ ഒരു കല്ല് തലയണയായി വെച്ച് ഉറങ്ങുകയാ. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ അമ്മയുടെ സഹോദരന്റെ വീട്ടിലാ പോകുന്നേ. ഇന്ന് വരെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയോടുകൂടെയോ അപ്പന്റെ കൂടെയോ സഹോദരങ്ങളോടുകൂടെയോ പോയിട്ടുള്ളൂ. ഇപ്പൊ താൻ തനിയെയാ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ദൈവ മഹത്വം വെളിപ്പെടണമെങ്കിൽ നീ ഒറ്റയ്ക്കാകണം. നീ ഒറ്റയ്ക്കാകണം. ആരോ എന്നോട് ആത്മാവിൽ പറയുന്നു, കർത്താവേ ഞാൻ എന്താ ഒറ്റയ്ക്കായത്? ഇന്നലകളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു എന്റെ കൂടെ. ഇന്നലകളിൽ ഒത്തിരി പേരുണ്ടായിരുന്നു എന്റെ കൂടെ. എന്നിട്ടോ ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ കൂട്ടുകാരൊക്കെ എന്നെ വിട്ടുപോയി. എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നെ വിട്ടുപോയി. ഞാൻ ഒറ്റപ്പെട്ടു. എന്റെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വല്ലാത്ത നിലയിലായി പോയി. ഞാൻ ഒറ്റപ്പെട്ടു. അവിടെ ഒരു ദൈവ മഹത്വം വെളിപ്പെടുകയാ. യാക്കോബ് ഒറ്റപ്പെട്ടു. അവിടെ ഒരു ദൈവ മഹത്വം വെളിപ്പെടുകയാ. താൻ അവിടെ ഒരു ദർശനം കാണുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ആത്മാവിൽ കാണുന്ന ഒരു യാക്കോബിനെ കാണാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ഓപ്പൺ വിഷൻ നിങ്ങൾ കാണണം. ദർശനം രണ്ടു വിധമുണ്ട്. ക്ലോസ് ആയത് കാണുന്നുണ്ട്, അടയപ്പെട്ട ദർശനം കാണും പലപ്പോഴും. എന്നാൽ യൗവനക്കാരെ, നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുന്ന വിഷൻ. അടയപ്പെട്ടിരിക്കുന്ന വാതിൽ നീ ചെല്ലുമ്പോൾ നിന്നെ സെൻസ് ചെയ്തിട്ടത് ഓട്ടോമാറ്റിക് തുറക്കുന്നത് പോലെ ദൈവമഹത്വം വെളിപ്പെടുന്ന ചില ദർശനങ്ങൾ നിങ്ങൾ കാണട്ടെ. പത്രോസിന്റെ കയ്യിൽ നിന്ന് ആ ചങ്ങല ഊരിപ്പോകുമ്പോൾ, കാരാഗ്രഹത്തിൽ നിന്ന് താൻ പുറത്തു വരുമ്പോൾ, അടയപ്പെട്ട ഡോറുകളെല്ലാം തനിയെ തുറക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പൂട്ടിയിട്ട ഇരുമ്പ് വാതിലുകളെല്ലാം പത്രോസ് നടന്നു പോകുമ്പോൾ ഒന്നാം കാവലും രണ്ടാം കാവലും തനിയെ തുറക്കുന്നു. ഇരുമ്പ് വാതിൽ തനിയെ തുറക്കുന്നു. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിലിലെത്തി. അത് അവർക്ക് എങ്ങനെ തുറന്നേ? വാ തുറന്ന് പറഞ്ഞാട്ടെ, സ്വതവേ തുറന്നു. നിനക്ക് വേണ്ടി സ്വതവേ തുറക്കുന്ന ചില വാതിലുകൾ, തനിയെ തുറക്കുന്ന. ഞാൻ ആത്മാവിൽ കാണുന്നു പ്രിയമുള്ളവരെ, ഞാൻ ആത്മാവിൽ കാണുന്നു ചില വാതിലുകൾ തനിയെ തുറക്കാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? തനിയെ തുറക്കുക. വലിയ മാളുകളിലെ വാതില് നിന്നെ സെൻസ് ചെയ്യുമ്പോൾ
അത് ഓട്ടോമാറ്റിക് തുറക്കുന്നത് പോലെ നിന്റെ മേലുള്ള അനോയിന്റിങ്ങിനെ, നിന്റെ മേലുള്ള അഭിഷേകത്തെ സെൻസ് ചെയ്തിട്ട് ആത്മമണ്ഡലത്തിൽ അടയപ്പെട്ട ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. അതിന്റെ 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. അടയാളങ്ങളുടെ ആരംഭമായിട്ട് ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം എന്തോ ചെയ്തു? വെളിപ്പെടുത്തി. എങ്ങനെ വെളിപ്പെടുത്തിയത്? ദൈവമഹത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചു. സാധാരണമല്ലാത്തൊരു സാഹചര്യത്തിൽ അസാധാരണമായി സംഭവിക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. വൈദ്യന്മാർക്ക് കഴിയത്തില്ല, നമുക്ക് സ്വതവേ ചെയ്യാൻ കഴിയത്തില്ല. കഴിയാൻ പറ്റാത്തത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. ദൈവമഹത്വം അതാരിൽ വെളിപ്പെടും? വാട്ട് ഈസ് ഗോഡ്സ് ഗ്ലോറി? അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവമഹത്വം അതാരിൽ വെളിപ്പെടും? ഗലീലയിൽ വെച്ച് കാനാവിൽ അടയാളങ്ങളുടെ ആരംഭമായിട്ട് ഇത് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. എന്തോ അവിടെ വെച്ച് ചെയ്തേ? നമുക്കറിയാം, അതൊരു വിവാഹ ഭവനമാണ്. ജനത്തിന് വിളമ്പുവാനുള്ള വീഞ്ഞ് തീർന്നുപോയി, അല്ലേ? ജനത്തിന് കൊടുക്കാനുള്ള വീഞ്ഞ് തീർന്നുപോയി. നല്ല മാന്യമായ നല്ല വെള്ളിപ്പാത്രങ്ങൾ നിറച്ച് വീഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഈ വീഞ്ഞ് മുഴുവൻ എന്തോ ചെയ്തു? ഫിനിഷായി, കാലിയായി. അപ്പോൾ യേശുവിന്റെ അമ്മ മറിയ യേശുവിന്റെ അടുക്ക വന്ന് പറയുന്നുണ്ട്, അവിടെ വീഞ്ഞില്ല. യേശു കർത്താവ് അവിടെ ഒന്നും ചെയ്തില്ല. വേദപുസ്തകം പഠിച്ചപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ എന്റെ ദൈവം മൗനമായിട്ടിരിക്കും, എന്റെ ദൈവം തന്റെ പ്രവൃത്തി ചെയ്യത്തില്ല. എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയാം, ചില പ്രത്യേക സമയത്തിൽ ദൈവം നീ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കത്തില്ല. നിന്റെ ചിന്തകളും ദൈവത്തിന്റെ ചിന്തകളും ഡിഫറന്റ് ആണ്. മറിയ പറഞ്ഞപ്പോൾ തന്നെ യേശുവിന് കലവറയിൽ കയറി ആ ഒഴിഞ്ഞു കിടക്കുന്ന പാത്രങ്ങൾ മുഴുവൻ നോക്കി അതിനകത്ത് വേണ്ടുന്നത് ചെയ്യാമായിരുന്നു. ഗാഡ് നെവർ ഡിഡ്. ദൈവം അത് ചെയ്തില്ല. ദൈവം അത് ചെയ്യാതെ വെയിറ്റ് ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്ന ദൈവമഹത്വം വെളിപ്പെടുത്തിയെന്ന. ടു ഹും? ആരിൽ വെളിപ്പെടുത്തി? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അകത്ത് നല്ല വെള്ളിപ്പാത്രങ്ങൾ, ഇത്രയും സമയം അനേകരെ പോഷിപ്പിച്ച, അനേകർക്ക് തൃപ്തി കൊടുത്ത, വീഞ്ഞ് നിറച്ച പാത്രങ്ങൾ അകത്ത് കാലിയായിരിക്കുകയാ. എവിടാ ദൈവമഹത്വം വെളിപ്പെടുത്തിയത്? നിറഞ്ഞിരുന്ന് കാലിയായ പാത്രങ്ങളിലല്ല ദൈവമഹത്വം വെളിപ്പെടുന്നത്.
ഈ കാലിയായ പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? ആ പ്രത്യേകത 9-ാമത്തെ വാക്യം. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ്, പിന്നീട് ഇളപ്പമായത് നൽകാറുണ്ട്. അപ്പൊ അകത്തിരിക്കുന്ന മാനിക്കപ്പെടുന്ന ഈ പാത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആദ്യത്തെ നോട്ടത്തിൽ നല്ലതാ, ഫസ്റ്റ് സ്റ്റിപ്പ്, ആദ്യം കുടിക്കുന്നത് നല്ലതാ. പക്ഷെ രണ്ടാമത് കളിപ്പീര വിഖാലമാന ശാംധൂറിയാതല. ആദ്യത്തെ നല്ലതാ, പക്ഷെ രണ്ടാമത് കളിപ്പീര. നമ്മൾ ചില കടകളിൽ സാധനം മേടിക്കാൻ ചെന്നാൽ ആദ്യം നല്ല സാധനം, പിന്നെ പേരായി കഴിഞ്ഞാൽ എന്തു കൊടുത്താലും മേടിച്ചോണ്ടങ്ങ് പോകും. ബ്രാൻഡ് നെയിം അതാ എല്ലാരും നോക്കുന്നേ. ആ ബ്രാൻഡിനാ വില. അകത്തെ വെള്ളിപ്പാത്രത്തിൽ ഇരിക്കുന്ന വീഞ്ഞുകൾ ആദ്യം നല്ലതും പിന്നീട് ഇളപ്പമായതും സെർവ് ചെയ്യുമ്പോൾ കർത്താവ് നോക്കിയത് അതല്ല. ഓ, ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചില പാത്രത്തിലൊക്കെ ദൈവം വീഞ്ഞു പകരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീ കാണിക്കുന്നത് കപടമാ. നിനക്ക് ദൈവത്തോടുള്ള സ്നേഹം കപടമാ. ചില പാത്രങ്ങളിൽ നിന്നൊക്കെ ദൈവസ്നേഹവും ദൈവമഹത്വവും അകന്നിരിക്കാൻ കാരണം എന്താ? പരീക്ഷന്റെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ. എന്നാൽ യേശു കർത്താവ് വെള്ളിപ്പാത്രത്തെ നോക്കിയില്ല. യേശുവിന്റെ നോട്ടം പുറം പറമ്പിൽ കിടക്കുന്ന കൽപാത്രത്തെയാ നോക്കിയത്. ആ കൽപാത്രത്തിന്റെ അരികിൽ നിൽക്കുന്നവരോട് പറഞ്ഞു, എന്തുവാ പറഞ്ഞേ? ഈ പാത്രത്തിൽ വെള്ളം നിറയ്ക്ക്. എവിടെ വരെ? മുക്കാല് പോരാ, അരഭാഗം പോരാ, നിറയുവോളം, അതിന്റെ വക്കോളം നിറയ്ക്ക്. ഇനി ഒരു തുള്ളി വെള്ളം അതിൽ കൊള്ളാൻ കഴിയാതെ എ നോർമൽ വാട്ടർ കിണറിൽ നിന്ന് കോരി നിറയ്ക്ക്. അതിനകത്തൊന്നും ചേർക്കണ്ട. ഈ കിണറ്റിലെ വെള്ളം പ്യൂവർ വാട്ടർ. വെള്ളിപ്പാത്രത്തിലല്ല, ഈ കൽപാത്രത്തിൽ നിറയ്ക്ക്. ഞാൻ ചോദിക്കാം, വെള്ളിപ്പാത്രത്തിൽ വീഞ്ഞ് നിറച്ചപ്പോൾ ഈ കൽപാത്രത്തിൽ ആദ്യമായിട്ടല്ല വെള്ളം നിറയ്ക്കുന്നത്. ഈ കൽപാത്രത്തിൽ നിറയെ പ്രാവശ്യം വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ വെള്ളിപ്പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടില്ല. ഈ വെള്ളിപ്പാത്രത്തിൽ വീഞ്ഞേ നിറച്ചിട്ടുള്ളൂ. പക്ഷെ ഈ കൽപാത്രത്തിൽ ആരും ഇതുവരെ വീഞ്ഞ് നിറച്ചിട്ടില്ല, വെള്ളം നിറച്ചിട്ടുണ്ട്. യെസ്, ദൈവമഹത്വം ഇതിനകത്ത് വെളിപ്പെടാനുണ്ട്. നിന്റെ അകത്ത് നോർമലായി ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അസാധാരണമായത്, എക്സ്ട്രാ ഓർഡിനറി ആയത് നിന്റെ ശരീരത്തിനകത്തുള്ള നിന്റെ ചിന്തയിലൂടെ തന്നെ. ഓ, ആത്മാവ് എന്നോട് പറയുന്നു, ചിലരുടെ ജീവിതത്തിൽ ചിന്തകളിൽ പുതിയ ഐഡിയാസ് പരിശുദ്ധാത്മാവ് തരിക. ഉള്ളത് തീർന്നു, അകത്തെ വീഞ്ഞ് തീർന്നു. പുതിയ ചില ഐഡിയാസ് നിന്റെ തലയിൽ എന്റെ ദൈവം തരിക. വിശ്വസിക്കാൻ കഴിയുമോ? കൽപാത്രങ്ങളിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. കൽപാത്രങ്ങളിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. അതേ പ്രിയമുള്ളവരെ,
ദൈവത്തിന്റെ മഹത്വം ഈ കൽപാത്രത്തിൽ വെളിപ്പെടാൻ പോവാ. ദൈവത്തിന്റെ മഹത്വം ഈ കൽപാത്രത്തിനകത്ത്. ഇന്നലെ വരെ ഈ കൽപാത്രം വെള്ളം കോരി കാല് കഴുകാൻ ഉപയോഗിച്ചെങ്കിൽ ഇപ്പൊ മുതൽ അത് കുടിക്കാൻ ഉപയോഗിക്കുക. ഓ, ആത്മാവ് ദൂത് കൈമാറുന്നു. കാല് കഴുകാൻ വിധിക്കപ്പെട്ട ചിലര് വീട്ടുവേലക്കാരായിരിക്കാൻ മാത്രം, ദാസനും ദാസിയായിരിക്കാൻ മാത്രം വിളിക്കപ്പെട്ട ചിലര്, അവരെ നോക്കി ആത്മാ പറയുന്നു, നിന്നെ ഒരു ഉടയവനാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ പറ. പുറംപറമ്പിൽ എറിയപ്പെട്ട, പുറംപറമ്പിൽ കാല് കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ട കൽപാത്രങ്ങൾ, അതിലെ വെള്ളത്തെ കബളിപ്പിക്കുന്നത് പോലല്ല. അകത്തെ വെള്ളിപ്പാത്രം അതാ, പ്യൂവറായിട്ടുള്ള, ഇതുവരെ അന്നത്തെ ദിവസം ഒരാളും കുടിക്കാത്ത നല്ല ടേസ്റ്റിയായ വീഞ്ഞ് പകരാൻ ഉപയോഗിച്ചെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ ഇറങ്ങിയാൽ, യോഗ്യതയില്ലാത്ത നിന്നിൽ ഇറങ്ങിയാൽ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് സാധാരണക്കാരല്ല. ഇടയച്ചെറുക്കനായ ദാവീദിലാ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത്. ആരാം സൈന്യം ശമര്യയെ വളഞ്ഞപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട്, നാളെ ഈ നേരം അടുത്ത 24-ാമത്തെ മണിക്കൂറിൽ അസാധാരണമായത് സംഭവിക്കും. ആരിലൂടെ? സമൂഹം മാറ്റി നിർത്തിയ കുഷ്ഠരോഗിയിലൂടെ. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിന്റെ മഹത്വം നീ പ്രതീക്ഷിക്കാത്ത ചിലരിൽ, ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ, പ്രതീക്ഷിക്കാത്ത ചിലരിലൂടെ വെളിപ്പെടാൻ പോകുകയാ. ഒന്ന്, ദൈവമഹത്വം അസാധാരണമായതാണ്. രണ്ട്, ദൈവമഹത്വം നീ പ്രതീക്ഷിക്കാത്ത ആളിലാ വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവമഹത്വം എന്നിൽ വെളിപ്പെടണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. കർത്താവേ, ഈ ദൈവമഹത്വം എന്നിൽ വെളിപ്പെടണം. എത്ര പേര് പ്രാർത്ഥിക്കും? ഓ ശഖറമന സിഖിമനാദലരഗദന. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ ദൈവമഹത്വം എന്നിൽ വെളിപ്പെടണം. ഞാൻ ആരോടൊക്കെയോ ആത്മാവിൽ പ്രവചിച്ച് പറയാം, ഈ ദൈവമഹത്വം നിന്നിൽ വെളിപ്പെടുകയാ. കാല് കഴുകാൻ ഉപയോഗിച്ച വെള്ളമാ, അതേ കിണറ്റിലെ വെള്ളം. കാല് കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച വെള്ളം അനേകർക്ക് രുചിയായ വീഞ്ഞു കൊടുക്കാൻ ഉപയോഗിച്ചെങ്കിൽ നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുക. നിന്നിൽ ദൈവമഹത്വം വെളിപ്പെട്ടാൽ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ, രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ, വസ്ത്രത്തിന്റെ അറ്റം തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിൽ ആ ദൈവമഹത്വം വെളിപ്പെട്ടതുപോലെ, ഓ ഷമന സിഖിമനാദന അത്തൂർയാദരാമന വൈഡം വേരികേരമാരമ. ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടുക. ദൈവമഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നിൽ ദൈവമഹത്വം അതൊന്ന് റിലീസാകുകയാണ്. കാല് കഴുകുന്ന അനുഭവം സ്റ്റോപ്പ് ചെയ്യാൻ പോവാ. അത് സ്റ്റോപ്പ് ആകാൻ പോവാ. സ്റ്റോപ്പ് ആകാൻ പോവുകയാ. കാല് കഴുകിയിരിക്കുന്ന അനുഭവം സ്റ്റോപ്പ് ആകാൻ പോവുകയാ. നിന്റെ സ്ഥാനം എല്ലാവരും വീക്ഷിക്കുന്ന, എല്ലാവരും അറിയുന്ന, ടേസ്റ്റി എന്ന് പറയുന്ന ഉറവിടത്തിലേക്ക്, ഓ ആ ദൈവമഹത്വം നിങ്ങൾ വെളിപ്പെടാൻ എത്ര പേർ പ്രാർത്ഥിക്കും?
ആ ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെടട്ടെ. യേശു കർത്താവേ, ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ റാമാന സെഖിമനാദനരഗതൻ, ദൈവമഹത്വം ചുമക്കാൻ ദൈവം ഉപയോഗിച്ച കൽപാത്രത്തെ പോലെ, ദൈവം ഉപയോഗിച്ച കുഷ്ഠരോഗികളെ പോലെ, ദൈവം ഉപയോഗിച്ച ഇടയച്ചെറുക്കനെ പോലെ, കർത്താവേ, പേരും പ്രശസ്തിയും കുലീനതയും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത ഞങ്ങളുടെ മേൽ ആ ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ മേൽ ആ ദൈവമഹത്വം വെളിപ്പെടട്ടെ. I release the God's glory to everyone. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേലും ഈ ഡിവൈൻ ഗ്ലോറി ഞാൻ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഗ്ലോറി വെളിപ്പെടട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സവും ഓപ്പൺ ആകട്ടെ. എവറി ബൈൻഡിങ്, എല്ലാ കെട്ടുകളും ബ്രേക്ക് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ കൽപാത്രത്തിൽ വെള്ളം കോരി നിറപ്പി. ഈ കൽപാത്രത്തിൽ വെള്ളം കോരി നിറപ്പി. യേശുവേ, യേശുവേ, വീട്ടിലുള്ള എണ്ണ അനേക പാത്രങ്ങളിൽ പകർന്നപ്പോൾ ഒരു നിറവ് വെളിപ്പെട്ടതുപോലെ, യേശുവിന്റെ നാമത്തിൽ